ഹായ്, ഇന്ന് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കാം. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. പാസ്ത വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. അതിനായിട്ട് 1.5 കപ്പ് പാസ്ത ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പാസ്ത ഇട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. മധുരം കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കുറുക്കി വേവിച്ചെടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് പായസം കുറുക്കിയെടുക്കണം. പിന്നെ കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്ത് ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണിത്. പാസ്തയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.